2 വർഷം MDMA എന്ന മാരക ലഹരി മരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അടിമപ്പെട്ടു പോയ ഒരു യുവാവാണ് എൻ്റെ കൂടെയുള്ളത്. വളാഞ്ചേരി സ്വദേശി നിസാം. ഇപ്പോൾ നിസാം ലഹരി ഉപയോഗം പൂർണ്ണമായി നിർത്തി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുക കൂടിയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നിസാം ലഹരി ഉപയോഗിച്ച കാലഘട്ടത്തിലെ അക്രമ സ്വഭാവങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഒപ്പം ഇതിൽ നിന്ന് പുറത്തു വന്നപ്പോഴുണ്ടാകുന്ന ഒരു സ്വസ്ഥത, സമാധാനം, അതിൻ്റെ ഒരു ആവശ്യകത ഒക്കെ നിസാം നമ്മോട് പറയും. ഏത് പ്രായത്തിലുള്ളവരാണ് കൂടുതലായിട്ട് നിസാമിൻ്റെ ഒരു അനുഭവത്തിൽ ഇത് വാങ്ങി ഉപയോഗിച്ചത്? എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പ്രായപരിധി ഇല്ലതിന്. നമ്മൾ 8ാം ക്ലാസ് മുതലുള്ള പയ്യന്മാരായാലും പെൺകുട്ടികളായാലും 8ാം വയസ്സ് മുതൽ ഇത് വയസ്സ് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വയസ്സ് വരെ ഞാൻ കണ്ടിട്ടുള്ളത് 58 വയസ്സ് വരെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെയുള്ള ആളുകൾ 58 വയസ്സ് വരെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ്റെ ആളായിട്ട് എൻ്റെ അടുത്ത് ഒരു 1.5 വർഷം മുന്നേ അന്ന് വന്നിട്ടുണ്ട്. ഇവരൊക്കെ പുറമേക്ക് മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി അവർ ഒരു വെള്ളയൊക്കെ ഇട്ടിട്ട് ഒരു കാക്ക ആള് വരികയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറെ കുറേ കഥകളുണ്ട്. അത് ഓരോരുത്തർക്ക് അറിയും. അവർ വന്നിട്ട് വാങ്ങിച്ച്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുകയാണ്, എടാ ഇയാളോ എന്താ അയാൾക്ക് ഉപയോഗിച്ചൂടെ? അങ്ങനെ പിന്നെ വേറെ എൻ്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് പറഞ്ഞാൽ എനിക്ക് പ്രായപരിധി ഇല്ല. ഞാൻ എല്ലാവരും കൂടെ നടന്ന് ഈ വണ്ടി ഫീൽഡിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ളത് കല്യാണം കഴിഞ്ഞിട്ട് പേരക്കുട്ടി, മകൾക്കടക്കം കുട്ടിയുള്ള ആളുകൾ, അവരൊക്കെ സ്ഥിരത്തിൽ അഡിക്ഷനാണ്. ഇതിന് പ്രായപരിധി ഇല്ല. ഒരുപാട് 30, 40, 50 വയസ്സുള്ളവരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം അവരുടെ അടുത്തൊക്കെ പൈസ ഉണ്ട്. ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ കഞ്ചാവ് പോലല്ല. ഈ കഞ്ചാവ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ ഒക്കെ ഇത് കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന് പൈസ വേണം. ഇത് സാമ്പത്തികം അധികമുള്ള ആളുകളാണ് ഇത് വല്ലാണ്ട് ഉപയോഗിക്കുന്നത്. അവർക്കാണ് ഇത് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പം. ഈ ചെറിയ സാമ്പത്തികം ഇല്ലാത്ത ആളുകൾ ഇതിൽ വലുതായിട്ടില്ല എൻ്റെ ഇതിൽ. പക്ഷെ അവരുണ്ട്. അവരെങ്ങനെയാ വെച്ചാൽ ഇത് കച്ചവടക്കാരെടുത്ത് നിന്ന് ഇത് വാങ്ങിക്കൊടുക്കും. അവരിതിൽ ഇടനിലക്കാരായിട്ട് വേറെ ആളുകൾക്ക് വാങ്ങിക്കൊടുക്കും. ആ വാങ്ങിക്കൊടുക്കണതിൽ നിന്ന് അവർ ലേശം എടുക്കണം, അവർ ഉപയോഗിക്കണം. അങ്ങനെ ഇവർ സ്ഥിരമായിട്ട് അവർക്ക് ഇത് എപ്പോഴും കിട്ടുന്നില്ല. ആ ഒരു പുതുമയാണ്. എനിക്ക് ആദ്യമായിട്ട് തരേണ്ട ഒരാൾ തന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവനും ഇതുപോലെ ഇത് അവനെപ്പോഴും ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എപ്പോഴും അവനക്ക് കിട്ടണതുള്ളൂ. പക്ഷെ എന്നെ ഇതിലേക്ക് കൊടുന്നതിന് ശേഷം അന്ന് എൻ്റെ അടുത്ത് നല്ല പൈസ ഉണ്ടായി, വണ്ടികളും കാര്യങ്ങളും പൈസ ഉണ്ടായി. എന്നെ ഇതിൽ കൊടുന്നതിന് ഞാൻ കഴിച്ച പോലെ അത്രയും ഉപയോഗിച്ച പോലെ അവനും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പൂർണ്ണമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നിസാം. എന്നാൽ 2 വർഷം ലഹരിയുടെ എല്ലാ തീവ്ര സ്വഭാവങ്ങളും കാണിച്ചിരുന്ന ആളായിരുന്നു നിസാം, അല്ലേ? എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്? ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ കോളേജ് പഠിത്തം കഴിഞ്ഞിട്ടും ഞാനൊരു 22 വയസ്സ് വരെ ഒരു സിഗരറ്റ് പോലും വലിക്കാൻ നടന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഞാൻ ഓരോ കൂട്ടുകെട്ടിലും ഞാൻ ഒരുപാട് കൂട്ടുകളിലും നടന്ന ആളായിരുന്നു. പക്ഷേ ഒരുപാട് കള്ളുപിടിക്കുന്ന ആൾക്കാരെ കൂടെ ഇരുന്നിട്ടും ഞാൻ അതിലേക്കൊന്നും പോയിട്ടില്ല. എൻ്റെ കൂടെ നടന്നിരുന്ന എൻ്റെ അത്രയും വേണ്ടപ്പെട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ കൂടെ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി കോഴിക്കോടൊന്ന് പോയതായിരുന്നു. അന്ന് ഈ സുഹൃത്ത് എന്നോട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് മുന്നിൽ തന്ന്, ഇത് ഉപയോഗിച്ച് നോക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിനെക്കുറിച്ച് കുറേ സംഭവങ്ങൾ പറഞ്ഞു തന്നു. ഉപയോഗിക്കുന്ന പലതും പറഞ്ഞിട്ടും ഞാൻ വേണ്ട പറഞ്ഞു കൊടുത്തുനിന്ന് എനിക്കത് ഉപയോഗിക്കാതെ അവിടെ നിന്ന് പോരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാനിത് അവർക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ച് നോക്കി. എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഭയങ്കര ധൈര്യമായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എനിക്കിതൊന്നും ഉൾക്കൊണ്ടില്ല, അതൊന്നും കിട്ടില്ല. അത് ഉപയോഗിച്ചിട്ട് ധൈര്യവും കാര്യങ്ങളും. MDMA അന്ന് എനിക്കറിയില്ലായിരുന്നത് MDMA ആണ്. അവർ മൊബൈലിൽ ഇട്ടിട്ട് കുറച്ച് ചെറിയൊരു പൊടിയായിരുന്നു. എന്നോട് ഇതിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അന്ന് തന്നെ അത് കഴിഞ്ഞ് എനിക്ക് സിഗരറ്റ് ഭയങ്കര ദേഷ്യമുള്ള സംഭവം. സിഗരറ്റിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റില്ലായിരുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഞങ്ങൾ സിഗരറ്റും വലിച്ചു. അതും സിഗരറ്റും വേണ്ടാറുണ്ട്. എന്നോട് സിഗരറ്റ് വലിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും അങ്ങനെയൊക്കെ സിഗരറ്റും വലിച്ചു. അതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. പിന്നെ എനിക്കതൊന്നും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാവും പിന്നെ എന്നോട് പറയാണ്, അവനക്ക് പിന്നെ സാധനം അവൻ എവിടെ നിന്നോ കൊടുന്നിട്ട് എന്നോട് പിന്നെയും പറയാം. അന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. നൈറ്റ് ട്രിപ്പ് പോകുമ്പോൾ ഇത് നമുക്ക് റൈഡിങ്ങിന് ഉറങ്ങാതിരിക്കാം, അത്ര ഇതാണ്. അന്ന് അത് ഉറങ്ങൂല. അങ്ങനെ അത് പിന്നെ ഉപയോഗിക്കുകയാണ്. അതിലെനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് കിട്ടി. അങ്ങനെ ഉപയോഗിച്ച് പിന്നെ അതങ്ങനെ അഡിക്ഷൻ ആവുകയാണ്. അഡിക്ഷൻ ആവില്ല എന്നൊരു പറച്ചിൽ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഇതെനിക്ക് എന്തോ നമ്മളതിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കള്ളുടിക്കുകയാണെങ്കിലും കഞ്ചാവ് വലിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ വരാൻ പറ്റില്ല. ഈ സ്മെല്ലും കാര്യങ്ങളും പിടിക്കപ്പെടും, നാട്ടിലും വീട്ടിലും പിടിക്കപ്പെടും എന്നുള്ളൊരു പേടിയുണ്ടാവും. പക്ഷെ ഇത് ആ പേടിയൊന്നും പേടിക്കാത്തതുകൊണ്ട് ആരും അറിയില്ല. ഇത് ഉപയോഗിച്ചിട്ട് ആരും അറിയണില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ പിന്നെ ഇത് ഉപയോഗിക്കുകയാണ്. അതിന് ചെറിയ ഫീല് രസങ്ങൾ കിട്ടിക്കൊണ്ട്. പക്ഷെ അങ്ങനെ വലിയ രസങ്ങളൊന്നും ഇല്ല അത്. അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഉപയോഗിച്ച് അഡിക്ഷൻ ആവുകയാണ്. പിന്നെ ഞങ്ങളിത് വാങ്ങിക്കൽ തുടങ്ങി. ചെറുതിൽ നിന്ന് വലുത് വാങ്ങിക്കൽ തുടങ്ങി. വാങ്ങിച്ച് വലിയ അളവിൽ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് പിന്നെ ഞാൻ അന്ന് അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെൻ്റലി പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, ഇത് നമുക്കുണ്ടാവും? അപ്പോൾ അവൻ നമ്മളങ്ങനെ ഉപയോഗിക്കണമെന്നില്ലല്ലോ, നമ്മൾ എപ്പോഴേലും ഉള്ളൂ. അങ്ങനെ എപ്പോഴേലും എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും ആയി.
എപ്പോഴും ആയി മാറി ഇതിൽ അഡിക്ഷൻ ആവുകയാണ്. ദിവസം ഇത് ഉപയോഗിക്കൽ തുടങ്ങി, വലിയ വലിയ അളവിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പല നാട്ടിൽ നിന്നല്ല, പല സ്ഥലങ്ങൾ വലിയ നമ്മളെ ജില്ല വിട്ട് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ വാങ്ങിച്ച് വരുന്നു, വലിയ പൈസക്ക് വാങ്ങിക്കണം. എന്നിട്ട് ഇത് ഞങ്ങൾ തന്നെ അപ്പോഴത്തിന് ഞാനും അവനും 2-3 ആളുള്ളത്, പിന്നെ ആളുകൾ എണ്ണം കൂടി അവരെ ഫ്രണ്ട്സ് വരൽ തുടങ്ങി, ഞങ്ങൾ ഗ്യാങ് ആവൽ തുടങ്ങി, ഗ്യാങ് ആയിട്ട് ഉപയോഗിക്കൽ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ച് ഞാനത് വലിയ തോതിൽ വാങ്ങിക്കണം, ഞങ്ങളെല്ലാവരും ഉപയോഗിക്കണം. അങ്ങനെ പിന്നെ അഡിക്ഷൻ ആവുകയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ല, ഫുഡ് കഴിക്കാൻ കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല. പക്ഷേ ഇത് 2 ദിവസമൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം നമ്മളിത് ഉറങ്ങി തീർക്കണം. പക്ഷേ ഇത് ഉപയോഗിച്ച് എനിക്ക് ഓരോ വണ്ടികളെ കച്ചവടം, റെൻ്റേക്കാർ, അങ്ങനെ വണ്ടികളെ പരിപാടിയാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം ഉറങ്ങാതിരുന്നിട്ട് അങ്ങനെ നടക്കണം. പക്ഷെ 3-ാമത്തെ ദിവസം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ നമ്മൾ കിടന്ന് ഉറങ്ങാതിരിക്കാൻ എനിക്ക് പറ്റൂല. കാരണം ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് ഓരോ പരിപാടികളുണ്ടായതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങണം. അപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്കിത് ദിവസം ഇല്ലാതെ എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാതെ ഇതിൽ അഡിക്ഷനായി പോയി. അങ്ങനെ പിന്നെ ഇത് അഡിക്ഷനായിട്ട് എണീറ്റ് നിൽക്കാൻ പറ്റാതായിട്ട് അങ്ങനെ ഇതിലുള്ള ഓരോ ഘട്ടങ്ങളുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് തരുന്ന എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംശയം എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ കിടക്കും. നമുക്ക് നമ്മളെ കൂടെയുള്ളവരെ, ഫ്രണ്ട്സിനെ, വീട്ടുകാരെ എല്ലാവരും സംശയം തോന്നും. പല രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്കൊരിത് വരുന്നത്, അതിൻ്റെ രീതിയിൽ കൂടെ പോകാൻ സംശയം. നമുക്ക് എന്തെങ്കിലും പേടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ സംശയം വരും, പിന്നെ ഓരോ പേടി വരും, അങ്ങനെ പല സംഭവങ്ങളും. അതും കഴിഞ്ഞ് 3-ാമത്തെ ഒരു ഘട്ടമുണ്ട്, വയലൻ്റ് ആകും. നമുക്ക് ആരും വിഷയമല്ല. ഫസ്റ്റ് അവൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യക്കാരൻ. അന്ന് എനിക്ക് ആ ധൈര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ 3-ാമത്തെ ഘട്ടത്തിൽ ഇത് ഉപയോഗിച്ച് അഡിക്ഷനായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ വയലൻ്റ് ആകും. നമുക്ക് ആരും വിഷയമല്ല, പോലീസും വിഷയമല്ല, നാട്ടുകാരും വിഷയമല്ല, വീട്ടുകാരും വിഷയമല്ല, ഒരാളും വിഷയമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്തും ചെയ്യും. നമ്മൾ ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്, അടി ഉണ്ടാക്കണ്. ഒരു കാരണമില്ലാതെ പ്രകോപനം നമ്മൾ തന്നെ സൃഷ്ടിക്കും, എന്നിട്ട് അടിയിലേക്ക് പോകും. നമ്മളൊരു കാരണമില്ലാതെ വെറുതെ ചെറിയ സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാക്കിലൊക്കെ തർക്കം ഉണ്ടാവണം, അത് നമ്മൾ വിടൂല. അത് വിടാതെ അതിൽ നിന്ന് ചെറിയൊരു വാക്കിൽ നിന്ന് നമ്മൾ പിടിച്ച് കയറിയിട്ട് വലിയൊരു തിരക്കിൽ കച്ചറയിലേക്കാവും. അത് ഈ കത്തിക്കുത്ത് അങ്ങനെ വലിയ സംഭവങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥലത്തിരുന്നൊരു ഈ കുപ്പി എടുത്ത് തലക്കടിച്ചു പല സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കഥകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രണ്ട്സുകളുടെ ഇടയിലും. ഈ സംശയം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകെട്ടൊക്കെ തെറ്റാണ്. നമ്മളൊപ്പം ഇരിക്കണം, വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെന്തോ നമ്മളെ പറ്റിയിട്ട് അങ്ങനെ ചർച്ച, അങ്ങനെ പല രീതിയിലും വീട്ടുകാരും നാട്ടുകാരും പലരും അങ്ങനെ ബന്ധങ്ങൾ തെറ്റുത്. നിസാമിൻ്റെ അനുഭവത്തിലും അതുപോലെ ഇപ്പോൾ വീട്ടിലൊക്കെ സംഘർഷവും ആക്രമണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. പക്ഷെ ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പുറത്ത് ആയിട്ട് സഞ്ചരിച്ച് നടക്കില്ല. ബാംഗ്ലൂർ, എറണാകുളം, കോഴിക്കോടൊക്കെ ആയിട്ട് അധികം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ എപ്പോഴേ വരുള്ളൂ. ആ വരുന്ന സമയത്ത് ഇടയ്ക്ക് ഞാൻ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പൊക്കെ പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവിടുന്ന് ചെറിയ തിരക്കിൽ ചെറിയ സംസാരം അവർ പറഞ്ഞതിനെ എതിർത്തിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വേറെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ വീട്ടുകാർക്ക് എപ്പോഴാണ് മനസ്സിലായത് നിസാം ലഹരി ഉപയോഗിക്കുന്നുണ്ട്, MDMA ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ? വീട്ടിൽ ഞാൻ ഇതിൻ്റെ കവറുകളൊക്കെ വീട്ടിലാർക്കും അറിയില്ല. ഇത് MDMA ഉപയോഗിക്കുന്നതും ഒന്നും വീട്ടിലേക്ക് അതാണ് ഇതിൻ്റെത്, ആരും അറിയുന്നില്ലാന്ന്. ഞാൻ വീട്ടിൽ ഇതിൻ്റെ കവറുകൾ, ഈ സിപ്പ് ഉപയോഗിക്കുന്ന സിപ്പ് ലോക്ക്, പിന്നെ ആദ്യമൊക്കെ ഞാൻ ഈ മൊബൈലിലിട്ടിട്ട് ലൈൻ അടിക്കുക എന്ന് പറയും, അത് ഉപയോഗിച്ചു. പിന്നെ ഇത് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന പോലെ അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഫ്യൂം പൈപ്പ് എന്ന് പറയും, ഗ്ലാസ് പൈപ്പ്. ആ ഗ്ലാസ് പൈപ്പ് നമ്മൾ ഓൺലൈൻ വഴി ഫ്ലിപ്കാർട്ട്, ആമസോൺ വഴി അത് വാങ്ങിക്കും, അതിൽ ഉപയോഗിക്കും. അതിലിട്ടിട്ട് കത്തിച്ചിട്ട് നമ്മൾ പുക വലിക്കും. പുക ഉപയോഗിക്കണവരെ അങ്ങനെ പുക സ്മോക്ക് ചെയ്യും. അങ്ങനെ അതൊക്കെ വീട്ടിൽ സിമ്പിളായിട്ട് വെക്കണം. വീട്ടുകാർക്കൊന്നും അതിനെ പറ്റി അറിയില്ല. സിപ്പ് ലോക്കൊക്കെ അവിടെ ഒരുപാട് സിപ്പ് ലോക്കൊക്കെ അവിടെ വേറെ റൂമിലിട്ടാലും വീട്ടുകാർ ചോദിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. അതങ്ങനെ പോയി ഒരു ദിവസം എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ അറിഞ്ഞൊരു വേറൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനും അവനും ചെറുതായിട്ടൊന്നും തെറ്റിയില്ല. അവൻ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആക്കി. നിസാം MDMA ആണ്. എന്നെപ്പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും, എനിക്കന്ന് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ MDMA എടുക്കാൻ പൈസ ഒന്നും ഇല്ലായിട്ട് എൻ്റെ പൈസകളൊക്കെ കഴിഞ്ഞ് എൻ്റെ വണ്ടികളൊക്കെ ഞാൻ വിറ്റ് തൊലച്ച് എല്ലാം ഇതെടുക്കാൻ വേണ്ടി പണയം വെക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണമൊക്കെ ആയിട്ട് പൊട്ടിയിട്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കല്ലേന്ന് ഞാൻ വലിയ തോതിൽ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും അടുപ്പിച്ച് ഉപയോഗിപ്പിക്കല്. എല്ലാവരും ഒരുമിച്ച് ഞങ്ങളൊരു എൻജോയ് എൻ്റർടൈൻമെൻ്റ് ആയി നല്ല രസത്തിൽ പോയി. അങ്ങനെ പിന്നെ അവനക്ക് പൈസ തരൽ തുടങ്ങി. അവനക്ക് ഇതിൻ്റെ ലാഭം, ബിസിനസ് ലാഭം എന്നുള്ള ലെവലിൽ. പക്ഷെ എനിക്ക് അവൻ്റെ പൈസ മാത്രമേ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കിത് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ അവനും ചെറിയൊരു വാക്ക് തർക്കത്തിൽ തെറ്റി. അവൻ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആക്കി. നിസാം MDMA ആണ്.
അതുവരെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടായി നാട്ടിൽ. ഞാൻ വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു അവൻ വണ്ടി എടുത്തത് വണ്ടി കച്ചവടം തുടങ്ങിയതൊക്കെ MDMA ആണ്. അങ്ങനെ നാട്ടിൽ മൊത്തം പബ്ലിസിറ്റി ആയി. വീട്ടിലൊക്കെ ചെറിയ ന്യൂസുകൾ വന്നു. പക്ഷെ വീട്ടിലാരും അറിഞ്ഞു. വീട്ടുകാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയും ഒരാളും സമ്മതിക്കില്ല ഞാൻ MDMA ഉപയോഗിക്കുന്നത്, ഒരാളും പറയില്ല. വീട്ടുകാരായാലും ആര് ചോദിച്ചാലും ഇല്ലയെന്നേ പറയുള്ളൂ. അങ്ങനെ വീട്ടിൽ ഞാൻ പല ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് നമ്മൾ എത്ര നുണകൾ പറയും, കള്ളങ്ങൾ നമ്മൾ എത്രത്തോളം കള്ളങ്ങൾ പറയാൻ പറ്റും അത് പറയും. നമ്മൾ ഗോഡ് പ്രോമിസ് അടക്കം പറയും. അതാണ് ഇതിൻ്റെ നമ്മളെ വാക്കിന് സ്ഥിരത ഉണ്ടാവില്ല. ഉപയോഗിക്കുന്ന ഒരാളെ വാക്ക് ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയാം. അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടുകാരിൻ്റെ അത്രയും വീട്ടുകാർ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു ദിവസം വീട്ടിൽ പോലീസ് വന്നിട്ട് അവർ വീട്ടിലൊക്കെ അത്യാവശ്യം സെർച്ച് ചെയ്ത് വേറെ ഒരാൾ പറഞ്ഞ നാട്ടിൽ മൊത്തം പോലീസ് സ്റ്റേഷനിലൊക്കെ എന്നെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിസാം MDMA ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോലീസ് വന്നു രാത്രി. അവർ സെർച്ച് ചെയ്ത് അവർക്ക് സാധനം കിട്ടില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് സാധനം ഉണ്ടായിരുന്നു. ഞാനത് വേറെ രീതിയിൽ ഒളിപ്പിച്ച് പക്ഷേ കിട്ടിയില്ല. അന്ന് വീട്ടുകാരോട് പോലീസുകാരൻ ഉപ്പാനോടും ഉമ്മയോടും കുറച്ച് ക്ലാസ് എടുത്തു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ്. അതിനുശേഷം അവരെന്നോട് ശ്രദ്ധിക്കൽ തുടങ്ങി. പിന്നെ പോലീസുകാരൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നു ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ വീട്ടുകാരിങ്ങനെ നോക്കിയിട്ട് ഞാൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സംസാരിക്കണം വീട്ടുകാരോട്. ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ നല്ല കുട്ടിയായിരുന്നു, വീട്ടിൽ നല്ല നാട്ടിൽ എല്ലായിടത്തും നല്ലൊരു വ്യക്തിത്വമായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ, ഉറങ്ങാതിരിക്കണം, അതൊക്കെ വീട്ടുകാർ വാച്ച് ചെയ്യൽ തുടങ്ങി. ഉറങ്ങാത്തതും ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ല. അതൊക്കെ എൻ്റെ വീട്ടുകാരിങ്ങനെ വാച്ച് ചെയ്തിട്ട് ഞാൻ കള്ളങ്ങൾ പറയും, പക്ഷെ അവർക്ക് ഇത് പിടിച്ചിട്ട് കിട്ടാതെ മനസ്സിലാവൽ തുടങ്ങി. ഇപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നൽ തുടങ്ങി. അങ്ങനെ പിന്നെ നാട്ടിൽ നിന്നൊക്കെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഒരു വീട്ടിൽ ചെറിയൊരു കാരണത്തിൽ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഉപ്പാൻ്റെ നേരക്കടക്കം ഞാൻ അത്രയും ഞാൻ അറ്റാക്ക് ചെയ്ത് ഇപ്പടക്കം പേടിച്ച് നിന്നിട്ടുണ്ട് വീട്ടുകാരടക്കം. അങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാർ വന്ന് അവരോടടക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ അന്ന് പറയാണ് ഈ നോർമലല്ല, അന്ന് നോർമലല്ല. അപ്പോൾ ഞാൻ പറയും ഞാൻ നോർമലാണ്, ഞാനങ്ങനെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ഇത് അറിയാണ്. പക്ഷെ വീട്ടുകാർക്ക് പിന്നെ വീട്ടിലെപ്പോഴും വീട്ടിൽ പേടിച്ച് തുടങ്ങി പിന്നെ എനിക്ക് നാട്ടിലേക്ക് പറ്റാതായി. കാരണം നാട്ടിൽ മൊത്തം എല്ലാവരും എതിർക്കണം, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നുള്ളതിലൊക്കെ പേടിയാവൽ തുടങ്ങി. പേടി എന്നുള്ളതും ധൈര്യം വയലൻറ്റും എല്ലാം കൂടി സംശയം. നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൂട്ടുകാരാ അവനെ പിടിപ്പിച്ച് കൊടുക്കുമോ എന്നുള്ള സംശയം അടക്കം തുടങ്ങി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആയിട്ട് എനിക്ക് അങ്ങനെ പല വീട്ടിൽ വരാതെ പല ഇതിലൂടെ സഞ്ചരിച്ച് പോയിരുന്നു, കൈവിട്ട് പോയിരുന്നു. നമുക്ക് ഉറങ്ങാൻ പറ്റാതായി ഇത് ഉപയോഗിച്ചിട്ട്. നമുക്കിത് ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ എനിക്കിത് വേണം, ഈ MDMA സാധനം വേണം, എണീറ്റ് സാധാരണ ഒരു വ്യക്തിയെ പോലെ എണീറ്റ് നിൽക്കാനും. അങ്ങനെ ആയിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച് അത് ഉള്ളിടത്ത് പോയിട്ട് പല ലോങ്ങിലടക്കം പോയിട്ട് അത് എടുത്തു കൊണ്ടുവരും. ഞാനത് എല്ലാവരും കൂടി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചിട്ട് വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് എന്താ വെച്ചാൽ എന്നെ എന്തെങ്കിലും ചെയ്യണം. അവർക്ക് വീട്ടുകാരെ മകൻ കൈവിട്ട് പോകാന്നുള്ള അവർ പ്ലാൻ ചെയ്യൽ തുടങ്ങി. എന്നെന്തെങ്കിലും അതെനിക്കറിയില്ലായിരുന്നു. എന്നെ പോലീസുകാരൊക്കെ പിടിക്കാൻ പല ഇതിൽ ശ്രമിച്ചിട്ടും ഞാൻ എൻ്റെ വീട്ടുകാരെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ പല ബുദ്ധി പ്രയോഗിക്കൽ കൊണ്ടൊക്കെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അന്ന് തന്നെ പോലീസുകാർ കുറേ ആൾക്കാർ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, എന്നെ അവിടെ കാണുമ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാർ ലാസ്റ്റ് എന്ത് ചെയ്ത് എന്നെ പിടിച്ചൊരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ വന്ന്. അന്ന് എൻ്റെ ഇക്കാക്ക വന്ന് എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന അവനെ വന്ന് എല്ലാവരും കൂടി രാവിലെ എന്നെ പിടിച്ച് കെട്ടിയിട്ട് ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവർ എവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഞാൻ അത്രയും വയലൻ്റായി അവരോട്. ഇവർ പറയണില്ല എവിടേക്ക് എന്നെ പിടിച്ച് കൊണ്ടുപോകണം. അങ്ങനെ ഇവർ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അത്രയും വയലൻ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടേക്ക് എന്നെ കൊണ്ടുപോകണം, എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം, അത് പോലീസിനെ പിടിപ്പിക്കുക, അതൊന്നും അവർ പറയണില്ല. ലാസ്റ്റ് എത്തി മലപ്പുറം മിംഹാർ പറഞ്ഞ ഡീഅഡിക്ഷൻ സെൻ്ററിൽ എത്തണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നെ ഡീഅഡിക്ഷൻ സെൻ്ററിലാണ്. അപ്പോൾ ഞാൻ അവരോട് പറയണ്ടേ നിങ്ങൾക്ക് എന്നെ ആദ്യം പിടിച്ചു കൊണ്ടുപോയി കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നല്ലപോലെ പറഞ്ഞുകൂടെ, പിടിച്ചു കൊണ്ടുപോകണം നല്ലപോലെ പറയുകയാണെങ്കിൽ ഞാൻ വരുമായിരുന്നു. കാരണം എനിക്കിത് ഉള്ളിൽ നിർത്തുന്ന ഇടയ്ക്ക് എനിക്ക് തോന്നും, പക്ഷെ നമുക്ക് കഴിയാത്തൊരു സംഭവമാണ്. നിർത്തണമെന്ന് തോന്നാൻ കാര്യം എന്തായിരിക്കും? അത് ഞാൻ പണ്ട് എൻ്റെ ജീവിതം എനിക്ക് തന്നെ ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടാവാറുണ്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് തോന്നും. മറ്റൊരു കാര്യം കൂടെ, പോയി നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഇപ്പോൾ നിസാമിൻ്റെ വീടിൻ്റെ പരിസര പ്രദേശം കൂടിയാണ് ഈ റബ്ബർ തോട്ടമൊക്കെ. നിസാം MDMA ഉപയോഗിച്ച സമയത്ത് സ്ഥിരമായി വന്നിരുന്ന ലഹരി കൈമാറിയിരുന്ന ഒരു മേഖലയാണല്ലേ. ഇപ്പോൾ പക്ഷെ ആരും ഇങ്ങോട്ട് ലഹരിയായിട്ട് വരുന്നില്ല അല്ലേ? എൻ്റെ ഏരിയകളിൽ തന്നെ എൻ്റെ നാടന്നെ ഏകദേശം ഇപ്പം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 3 വർഷം ആയിട്ടുള്ളൂ. ആദ്യം ടൗണിലായിരുന്നു വീട്, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. ഇവിടെ എൻ്റെ വീടാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് ഒരാളും വരൂല. ഇവിടെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇവിടെ ഇരുന്നത്. എൻ്റെ ഫ്രണ്ട്സുകൾ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമേ ഇങ്ങോട്ട് കയറി വന്നിന്നുള്ളൂ. ഇത് ഇവിടേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ഇതിലെത്ര അഡിക്ഷൻ ആയതുകൊണ്ട് ഒരാളും പേടിക്കാതെ ഞാൻ ഇവിടെ നിന്നതും അങ്ങനെ ആയിപ്പോയതും. ഡീഅഡിക്ഷൻ സെൻ്ററിൽ പോയതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണ്? ഡീഅഡിക്ഷൻ സെൻ്ററിൽ എത്തിയിട്ട് ഞാൻ അവിടുന്ന് കുറേ വയലൻ്റ് ആയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ അവിടെ ആക്കി അന്ന് തന്നെ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ആൾക്കാർ എന്നെ പിടിച്ച് കെട്ടിയിട്ട് മയക്ക് സൂചി അടക്കം വെച്ചിട്ടുണ്ട്.
കാരണം അത്രയും വയലൻ്റ് ആയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് എന്താ വെച്ചാൽ 3 വർഷത്തിന് ശേഷമാണ് ഇവനെ പോലത്തെ ഒരു പേഷ്യൻ്റ് ഇവിടെ വരുന്നത്. കാരണം അത്രയും സാധനം ഞാൻ ഉപയോഗിച്ചു, 2 വർഷം കൊണ്ട് അത്രയും സാധനം ഞാൻ ഉപയോഗിച്ച ആളായിരുന്നു. അങ്ങനെ അന്ന് ഉപയോഗിക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്നെ കൊണ്ടാക്കുന്ന ടൈമിൽ എൻ്റെ എല്ലാം പോയിരുന്നു, വണ്ടികളും എല്ലാം ഞാൻ ഈ പൈസ അത് വാങ്ങിച്ചിട്ട് എല്ലാം പോയിരുന്നു. പിന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്നിട്ട് ഞാൻ അത്രയും വയലൻ്റ് ആവുന്ന പ്രശ്നം. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇത് കിട്ടാതായി. ഇതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ ഒരു വ്യക്തിയെ പോലെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാനവിടെ കിടക്കുകയാണ് ദിവസം. എനിക്ക് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അവിടെ നിന്ന്. കാരണം ഞാൻ ഡെയിലി പഴയ ഉറക്കം, ബാലൻസുള്ള ഉറക്കം ഉറങ്ങി വീട്ടിന് അവിടുന്ന് ഭക്ഷണം കഴിക്കണം, അവർ വിളിച്ച് ഭക്ഷണം കഴിക്കണ്, ഉറങ്ങണ്. അങ്ങനെ അവർ പറഞ്ഞു ഇവനെ 3 മാസത്തോളം ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, നല്ലുള്ളൂ ഇവൻ റിക്കവറായി വരാം. അങ്ങനെ 1 മാസത്തിൻ്റെ അടുത്തായി. അപ്പോഴും എൻ്റെ ഞാൻ അവിടുന്ന് 3 പ്രാവശ്യത്തോളം ചാടിയിട്ടുണ്ട്, ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ അടുത്ത് ചാടിയിട്ട്. പക്ഷേ എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, അവരെന്നെ പിടിക്കും. അങ്ങനെ 3ാമത്തെ ചാട്ടത്തിൽ അവിടുന്ന് 3ാമത്തെ ഞാൻ ചാടിയപ്പോൾ അവരെന്നെ പിടിച്ച് കൊണ്ടുവരുമ്പോൾ, എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് ആളുകളുണ്ടായി. എല്ലാവരും എന്നെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് എന്തോ തോന്നി. ഞാൻ പറഞ്ഞു 3 ഘട്ടം വയലൻ്റ് ആവുക, അത് കഴിഞ്ഞ് 4ാമത്തെ ഒരു ഘട്ടമാണ് നമുക്ക് മനം മടുത്തിട്ട് നമ്മൾ ജീവിക്കണ്ട എന്നുള്ളൊരു തോന്നും. അതിലാണ് പലരും പല ആത്മഹത്യ ചെയ്യുന്ന പല സംഭവങ്ങളും. അന്ന് എനിക്കത് തോന്നി, എല്ലാവരും മുന്നിൽ ഞാൻ കോമാളിയായി. ഇനി ഞാൻ എന്തിനു ജീവിക്കണ്? ഇനി എനിക്ക് ജീവിക്കണ്ട. കാരണം എൻ്റെ നാട്ടുകാർക്ക് എന്നെ വേണ്ട, വീട്ടുകാർക്ക് വേണ്ടാത്തതുകൊണ്ട് എന്നെ ഇവിടെ കൊടുന്നിട്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഉള്ളവർ എന്നെ കളിയാക്കി ചിരിച്ചു. പിന്നെ ഞാൻ എന്തിനു എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നി മനം മടുത്ത് ഞാൻ നേരെ പോയി റൂമിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഫാനിൽ ഇത് കെട്ടിയിട്ട് ഞാൻ തൂങ്ങുന്ന ടൈമിൽ അവിടുന്ന് ഒരു സ്റ്റാഫ് ജനൽ ജസ്റ്റ് ഓപ്പൺ ആയതുകൊണ്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടിട്ട് നേരെ ആ സ്റ്റാഫ് എന്നെ വന്ന് പിടിക്കുകയാണ്, എൻ്റെ കാലിൽ പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തുകയാണ്. അന്ന് ആ സ്റ്റാഫ് പിടിച്ചത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നല്ല രീതിയിലേക്ക് നിൽക്കണം. അന്ന് രക്ഷപ്പെട്ടു. അന്ന് പിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിസാം എന്നുള്ളൊരു ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഞാൻ ആ സ്റ്റാഫിനോട് പറയാണ് ഞാൻ ആ സ്റ്റാഫിനോട് പറയാണ് അന്നെ ഞാൻ കൊല്ലും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്നെ ഞാൻ കൊല്ലും, ഈ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വിചാരം അങ്ങനെ എങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആ സ്റ്റാഫിനോട് അത്രയും, ആ ഉസ്താദായിരുന്നു, അത്രയും കടപ്പാടുണ്ട്. ഞങ്ങളിപ്പോൾ കോൺടാക്റ്റ് ഉണ്ട്, എനിക്ക് എപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ അത്രയും എനിക്ക് ആ ഉസ്താദിന് അത്രയും കടപ്പാടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഡി അഡിക്ഷനിൽ അത് കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ഞാൻ വീട്ടുകാരോട് ഞാൻ പറയണത് എന്താ വെച്ചാൽ ഞാൻ നിർത്തൂല, എനിക്ക് MDM വേണം. നിങ്ങൾ എന്തെന്നെ പറഞ്ഞാലും നിങ്ങൾ എന്തെന്നെ ചെയ്താലും ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കപ്പോൾ ശത്രു തന്നെ അവിടെ കൊണ്ടാക്കിയ എൻ്റെ വീട്ടുകാരോടാണ് ശത്രുത. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണി തരും. അതൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് ഇത് കെമിക്കൽ എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ വയലൻ്റാണ്. ഇതിങ്ങനെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി കെമിക്കൽ ഇറങ്ങി 28 ദിവസമായപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കണം. ഞാൻ ഏകദേശം ഓക്കെ ആയി, നിങ്ങൾക്ക് കൗൺസിലിംഗ് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കൗൺസിലിംഗ് ഒന്നും കിട്ടില്ല. അതിന് മുന്നേ ഞാൻ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ നന്നായിക്കോളാം, എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റണില്ല. പക്ഷെ ഞാൻ അവിടുന്ന് ചിന്തിച്ചു എനിക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വയലൻ്റായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, 3 മാസം അവിടെ കിടത്തും. എനിക്ക് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി എന്ന് അവരോട് പറയണം. അതാണ് ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. നന്നായി എന്ന് വീട്ടുകാരോടൊക്കെ സമ്മതിപ്പിച്ചിട്ട് സത്യം ചെയ്തിട്ട് ഞാൻ വീട്ടിൽ സത്യം ചെയ്തു ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ വീട്ടുകാർ ആയിക്കോട്ടെ ഒരു വിശ്വസിച്ച് ഞാൻ നന്നായി എന്ന് നല്ല പോലെ നിന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വിളിക്കണത് എൻ്റെ ഫോണിലെ റീചാർജ് കഴിഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ പൈസ ഞാൻ പിടിച്ചെന്നെ കൊണ്ടുപോകുമ്പോൾ 25,000 രൂപയ്ക്ക് വാങ്ങിച്ച MDM എൻ്റെ കയ്യിലായിരുന്നു. അത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ അന്വേഷിക്കണം. ഞാൻ വെച്ച സ്ഥലത്ത് പോയിട്ട് വീട്ടിൽ ഞാൻ അത്രയും തിരഞ്ഞു. വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ കത്തിച്ചു പറഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഫോണിൽ റീചാർജ് ഇല്ല. എനിക്ക് ഇന്നെ ആദ്യമായിട്ട് ഉപയോഗിപ്പിച്ച എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനക്ക് ഞാൻ വിളിക്കുകയാണ്. അവിടെ എനിക്കൊരു 249 റീചാർജ് ചെയ്ത് ചോദിച്ചപ്പോൾ അവൻ ആയിക്കോട്ടെ ചെയ്തു തരാറ്. പിന്നെ അവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഈ നേരം വരെ എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ച് അവനിക്ക് 10-25,000 രൂപ എടുത്ത് കടമായിട്ട് വാങ്ങിച്ച പൈസ തരാണ്. അതൊന്നുമല്ല. എന്നിട്ടും ഞാൻ ഓരോ ഫ്രണ്ട്സുകളെ വിളിച്ച് ഇത് ഡി അഡിക്ഷൻ്റെ ഇറങ്ങിയിട്ടാ ഓരോ ഫ്രണ്ട്സുകളെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, എടാ ചെറിയൊരു കല്ല് ചെറിയൊരു ഇതുണ്ടോ, എനിക്കൊന്ന് ചെറിയ ഓണാവാനാടാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ വിളിച്ച് ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ അടിച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ എന്നെ ഈ സാധനം ഉണ്ടാകുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ വലിയ വലിയ വണ്ടികൾ വന്നിട്ട് ഫോർച്യൂണർ BMW വന്നിട്ട് എന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ ആ ആളുകളൊക്കെ ഞാൻ വിളിക്കുകയാണ്, എടാ ചെറുതെന്തെങ്കിലും ഉണ്ടോ? അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, പക്ഷെ ആരും തരുന്നില്ല. അവരില്ല ഒഴിഞ്ഞു മാറാൻ അവിടെ നിന്ന് കിട്ടണില്ല. എനിക്കൊരു റീചാർജ് പോലും ആരും ചെയ്തു തരാനില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഈ പൈസയും സാധനമൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. എനിക്ക് സഞ്ചരിക്കാൻ പോലും വണ്ടികളില്ല. എൻ്റെ വണ്ടികൾ ഒരുപാട് 5-6 കാറുകൾ ഓപ്പൺ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൈസയും ആവശ്യത്തിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും എനിക്ക് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനിനി എന്താണ് ചെയ്യുക എന്നുള്ള ചിന്ത ഇങ്ങനെ ബാക്കിലോട്ട് ചിന്തിച്ച്
അപ്പോഴൊരിങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നു പോവാണ്. എന്നെ വീട്ടുകാർ പുറത്തേക്ക് വിടുന്നില്ല. വീട്ടുകാരെ ഇതിൽ തന്നെ അവർ സ്നേഹിച്ചിട്ടാണ് എന്നെ, അവർ ദേഷ്യപ്പെട്ടിട്ടല്ല എന്നെ കീഴ്പ്പെടുത്തി, സ്നേഹിച്ചിട്ട് അവരുടെ സ്നേഹത്തിന് മുന്നിൽ എനിക്ക് നിന്ന് കൊടുക്കേണ്ടി വന്നു. അവർ വീട്ടുകാരുടെ സ്നേഹത്തിന് മുന്നിൽ അങ്ങനെ ഈ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കേൾക്കൽ തുടങ്ങിയ നിസാമ് നന്നായി, നിസാമ് നന്നായി, നിസാമ് നന്നായി. എന്നെ കൊണ്ട് ഇഡിയാഡിഷൻ കൊണ്ടാക്കുമ്പോൾ എൻ്റെ തടിയൊക്കെ പറ്റ പോയിട്ട് എൻ്റെ കവിളൊക്കെ ഒട്ടി ഇതായിട്ട് അവിടെ നിന്ന് ഒരു 28 ദിവസം കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ തടിച്ച് കൊഴുത്ത് നല്ല വെളുത്ത് ആയിട്ടാണ് വന്നത്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് കേൾക്കൽ തുടങ്ങി, നിസാമ് നന്നായി. അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ എനിക്കൊരു രസം തോന്നി. പിന്നെ അങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ആരും ഇല്ല. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ? ഈ സാധനം ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, എനിക്കൊരു റീചാർജ് ചെയ്ത് തരാൻ പോലും ആരുമില്ല. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ട് അങ്ങനെ എനിക്കിത് വേണ്ട. ആകെ 2 വർഷം ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ 22 വയസ്സ് വരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അങ്ങനെ നടന്ന വ്യക്തിയായിരുന്നു ഞാൻ. എനിക്ക് ഈ ലഹരി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള തോന്നൽ എനിക്ക് തോന്നി. എനിക്കിത് വേണ്ട. ഇതുണ്ടായിട്ട് എനിക്കൊന്നും നേടിയിട്ടില്ല. ഞാനെന്നല്ല, ഒരാളൊന്നും നേടിയിട്ടില്ല. എത്ര വലിയ സെയിൽ ചെയ്തോലോ ആയാലും അത് അവർ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലും അത് വേറെ വഴി കൂടെ പോകും. അതാണ് ഇതിൻ്റെത്. അങ്ങനെ എനിക്കൊരു തിരിച്ചറിവാണ് തോന്നി. ഇനി ഇത് വേണ്ട, ഇതിന്ന് ഇറങ്ങിയിട്ട് ഇതില്ലാതായപ്പോൾ ആരും ഇല്ല എന്നുള്ള തോന്നലും, നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു തോന്നൽ എല്ലാവർക്കും തോന്നും. ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടായാലും ഇത് നിർത്തുന്നവർക്ക് ഓരോരുത്തർക്കും തോന്നുക. നമ്മളെ ഫാമിലിനെ എല്ലാവരും കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് തോന്നുക. നമുക്ക് ആരും ഉണ്ടാവില്ല. ഒരു പ്രശ്നം വന്നാലും ഇനിയിപ്പോൾ ഇതിൽ പിടിക്കപ്പെട്ടാലും, ഓരോരുത്തർ MDM കേസിലൊക്കെ പെടുമ്പോഴും അവരെ ജയിലിൽ അവരെ കാണാൻ പോകുന്നത് അവരെ വീട്ടുകാരാണ്, ഫാമിലിക്കാരാണ്, ഉപ്പയിലും ഉമ്മയിലും ബ്രദറൊക്കെയാണ് പോവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ആ തോന്നലൊക്കെ കൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ മറ്റു ബോധവൽക്കരണ പരിപാടികളിലേക്കൊക്കെ എത്തുന്നത്? പിന്നീട് അന്ന് ഞാൻ ഡി-അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട്സുകളായിട്ട് ആരും വരുന്നില്ല. അതിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ കൂടെ ഞാൻ ഈ 2 വർഷത്തിൽ സഞ്ചരിച്ച പാത അത്രയും ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ഇത്രയും ഡോക്ടർ, ആങ്ങള, പെങ്ങൾ, ആളുകൾ എന്നൊക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ അത്രയും ഗൗരവമാണ് ഈ സംഭവം. അപ്പോൾ ഈ ആളുകളൊക്കെ എൻ്റെ കൂടെ ഉപയോഗിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് ചിന്തിച്ച്, ഇങ്ങനെ നമ്മൾ സമൂഹം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതെവിടെ എത്തും? അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടോട് പറഞ്ഞതാ, ഇത് നമ്മളെ നാടിഞ്ഞ് നശിക്കും, ഈ സാധനം അത്രയും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഇതിൻ്റെ കൂടെ ഒരാൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങുന്ന അന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, 1 വർഷം മുന്നേ. പക്ഷെ ഒരാൾ ഇറങ്ങില്ല. ഇപ്പോൾ ഒരു 3 മാസം മുന്നേ ഞാനിതിൽ ഈ 3 മാസം മുന്നേ ഈ MDM-നെതിരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ. കാരണം എൻ്റെ ഫ്രണ്ട്സുകൾ, ഞാനിതൊക്കെ നിർത്തി എൻ്റെ വീട്ടിലും എല്ലാവർക്കും സന്തോഷം, ഞങ്ങൾ നല്ലപോലെ ജീവിക്കുന്നു. പക്ഷേ അന്ന് പണ്ട് എന്നോട് വണ്ടി കച്ചവടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവർ വിളിച്ചിട്ട് ചോദിക്കണ് വണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചിരുന്ന ആളുകൾ, ഇത് കഴിഞ്ഞ് 2 വർഷം മുന്നേ എനിക്ക് MDM ഉണ്ട് വെച്ചിട്ട് വിളിക്കും, നല്ല സാധനം എവിടെയുള്ളു, നല്ലത് കിട്ടാണ്ടോയെന്ന് ചോദിച്ച് വിളിക്കുകയാണ്. ആ ആളുകൾ ഇത് നിർത്തിയിട്ടില്ല. എനിക്ക് ഇത് തുടങ്ങുന്ന ടൈമിൽ എന്നോട് പറഞ്ഞിരുന്നു, ക്ലാസ് എടുത്തുന്ന ആളുകളടക്കം ഇത് ഉപയോഗിച്ച് അത്രയും പ്രശ്നങ്ങളുണ്ടാക്കും. ഒരു ദിവസം രാത്രി ഒരു ടീം, അത്രയും നല്ല നല്ല ബന്ധങ്ങളുള്ള വലിയ വലിയ ആളുകൾ, അവരൊക്കെ MDM-ൻ്റെ ചെറിയൊരു കാരണം വെച്ച് ഒരു അങ്ങാടിയിൽ നിന്ന് ഭയങ്കര അടിയുണ്ടായി. അന്ന് ഞാനുണ്ട് അവിടെ. അന്ന് ഞാൻ അവരോട് പറയാണ്, ഈ കുറേ കച്ചറ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അന്ന് ഞാൻ പറഞ്ഞു, ഈ സാധനം ഇനി വേണ്ട, ഈ MDM വന്നതുകൊണ്ടാണ് ഈ ബന്ധം തെറ്റുന്നതും കൂട്ടം തമ്മിൽ തല്ലുകൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതൽ ഞാൻ ഈ MDM-നെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും ഓരോ വീഡിയോ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരാളും അറിയണില്ല. ഓരോ വീടുകളിലുള്ള ആളുകളാണ്, ഓരോ മക്കളാണ്, മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഓരോ മക്കളാണ്, ഈ ഡോക്ടറായാലും ആങ്ങളും പെങ്ങളായാലും ഓരോ വീട്ടുകാരൊന്നും അറിയണില്ലല്ലോ. നിസാമിൻ്റെ അനുഭവത്തിലേ ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്നതിലപ്പുറത്തേക്ക് ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? അത്രയും വലുതാണ്. അതൊരാളും അറിയുന്നില്ല. നമ്മളെ വീട്ടിലായാലും ഒരാളും അറിയണില്ല. പുറത്ത് അത്രയും സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ 2 വർഷം ഞാൻ ഈ സഞ്ചരിച്ച പാത, ആ പാതയിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടും കുറേ കാര്യങ്ങൾ ഞാൻ വിവരങ്ങൾ അറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതും ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത്. ഇതിൻ്റെ വ്യാപ്തി പറഞ്ഞാൽ അത്രയും വലിയ സംഭവമാണ്. ഇത് ഉപയോഗിച്ച് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇതിൽ അഡിക്ഷനായി പെടുകയാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും, ഈ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും മുന്നിലൊരു കഥ ഉണ്ടാവും. ഓരോ ആളും ഇത് വെറുതെ അങ്ങോട്ട് കടയിൽ പോയി വാങ്ങിക്കുന്ന സംഭവമല്ല. ഓരോ ആളുകൾക്കും അവർ പുറത്തുള്ള പുതിയ ഒരാളായിട്ട് ഇത് ഉപയോഗിക്കില്ല. അവർക്ക് വേണ്ടപ്പെട്ട അത്രയും അടുത്തൊരാൾ കൊടുത്തിട്ടാണ് ഇതെല്ലാവരും ഉപയോഗിക്കുക. ഓരോ വ്യക്തികൾക്കും ഇതിന് അടുത്തുള്ള നമ്മളെ കൂട്ടുകാർ, നമ്മളെ കൂട്ടുകെട്ട്, അവർ കൊടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓരോ ചതിക്കുഴിയിൽ വീഴ്ത്താണ്. ഞാനും ഉപയോഗിച്ച് ഓനും വീഴ്ത്തണം, പല ലക്ഷ്യങ്ങളോടെ ഇതിൽ ഉണ്ട്. ഈ ഗേൾസിനടക്കം അത് കൊടുക്കുന്നുണ്ട്. ഗേൾസാണ് ഇപ്പോൾ അത് ഒരുപാട്, പെൺകുട്ടികളായാലും ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞ വൈഫ്, ഓരൊക്കെ ഇത് ഉപയോഗിക്കാൻ ഇതിനൊക്കെ ഓരോരുത്തരും കാരണങ്ങളുണ്ട്.
ഓരോ ആളുകളും അവർ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഇത് ഉപയോഗിക്കും. ഗേൾസിന് കൊടുക്കുന്നത് ബോയ്സാണ്, അവരെ റിലേഷനിലുള്ള ആളുകൾ കൊടുക്കും. പക്ഷെ അതിനുള്ളിലൊക്കെ ഈ പെൺകുട്ടികളൊന്നും ചിന്തിക്കണില്ല. ഇത് എനിക്ക് അവൻ തരുന്നത് എത്ര എന്നോടുള്ള ആത്മാർത്ഥമായ പ്രേമം കൊണ്ടോ പ്രണയം കൊണ്ടോ അല്ല. അവർ ആത്മാർത്ഥമായ ഒരു പ്രേമം കൊണ്ടുള്ള ഒരാൾ എൻ്റെ കല്യാണം കഴിക്കണം, എന്നെ റിലേഷനുള്ള ഒരു കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവന് കൊടുക്കൂല. വൈഫാകുമ്പോൾ പോണേ പെൺകുട്ടിക്ക് കൊടുക്കൂല. എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ കണ്ട സംഭവങ്ങളാണ്, കഴിഞ്ഞിട്ട് അവർ പോകും. പിന്നെ ഈ പെൺകുട്ടികൾ ഇതിൻ്റെ അഡിക്ഷനായി. പിന്നെ ഇവരിത് തേടുകയാണ്, ഇത് തേടി പിടിക്കുകയാണ്. ഇത് ഇവർക്ക് വേണ്ടതോട് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൽ ചിന്തിക്കുന്നത് തേടണം. ഇവർക്ക് ഇത് കിട്ടാതാകുമ്പോഴാണ് ഓരോ വ്യക്തികളും വയലൻ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കിട്ടാതാകുമ്പോൾ അങ്ങനെ പുതിയൊരാളെ കണക്ട് ചെയ്യുന്നു. ഇവർക്കൊന്നും ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ല. അപ്പോൾ അവർ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ആളുകൾ, അങ്ങനെ ഒരുപാട് കഥകൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൽ അഡിക്ഷൻ ആവണമെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഓരോ വ്യക്തികൾ കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് അത്രയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പോലീസുകാർ ഇത് പിടിക്കും തോറും ഇതിൻ്റെ ബാക്കിലായാലും മുന്നിലായാലും ഒക്കെ ഇപ്പോൾ ഇത്ര അളവിൽ ഇപ്പോൾ പിടിച്ച്, പക്ഷേ ഇത് നിൽക്കൂല. ഈ കച്ചവടം ചെയ്യുന്നവരൊന്നും ഇത് നിർത്താൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അവരത്രയും സൂക്ഷ്മമായിട്ടുള്ളത് ഇത് കച്ചവടം ചെയ്യുക, അങ്ങനെ കച്ചവടം ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. അത് നിർത്താൻ കഴിയില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസുകാരും, എനിക്ക് ആകെ ഒരു കടപ്പാടുള്ളത് ഇപ്പോൾ അത്രയും പോലീസുകാരോടാണ്. കാരണം എന്താ വെച്ചാൽ അന്ന് എന്നെ പിടിക്കാൻ വേണ്ടി ശത്രുക്കളായിരുന്നു പോലീസുകാർ. എൻ്റെ നാട്ടിൽ എൻ്റെ പരിധിയിലുള്ള പോലീസുകാരൊക്കെ എൻ്റെ ശത്രുക്കളായിട്ട് ഞാൻ കണ്ടിരുന്നു. പോലീസുകാരോട് എനിക്ക് അത്ര ദേഷ്യം. ഞാൻ എൻ്റെ അരയിലൊരു കത്തി വെച്ചിട്ടൊക്കെ നടന്നിട്ടുണ്ട്. എൻ്റെ നേരൊക്കെ ആര് വന്നാലും ഞാനത് കുത്തി വളർത്തും എന്നുള്ള. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നത്. എന്നിട്ട് ആ പോലീസുകാരോടൊക്കെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടുണ്ട്, ശത്രുവായിട്ട് ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലടക്കാൻ വെച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കിട്ടിയാൽ പണി കൊടുക്കണം എന്നടക്കം അന്ന് ചിന്തിച്ചത്. പക്ഷെ എനിക്ക് അവരോടൊക്കെ അത്രയും സ്നേഹം, അവരോടൊക്കെ അത്രയും കടപ്പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് അവരെ വീട് നന്നാവാനും അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ നാടിന് ഓരോ വീടുകളിലെ ആളുകൾക്കാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഞാൻ അന്നൊക്കെ ഈ പറഞ്ഞ ഈ പോലീസുകാരോടൊക്കെ എനിക്ക് അത്രയും സ്നേഹമാണ്, കടപ്പാടാണെന്ന് ഞാൻ പറയുന്നു. ഏറ്റവും ഒടുവിൽ ഇത് ലഹരി ഉപയോഗിക്കുന്ന MDMA അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളോട് എന്താണ് നിസാമിന് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പറയാനുള്ളത്? ഈ ലഹരി ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളോടും, ലഹരി ഉപയോഗിക്കുക പറഞ്ഞാൽ ഓരോ ഇഷ്ടപ്രകാരം അധികം ആളുകളല്ല ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. ഓരോ ആളുകൾ സന്ദേശം കാരണം ഇതിലേക്ക് എത്തിപ്പെടുക. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം മുതൽ നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല, പക്ഷെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം നമ്മൾ തൊട്ടിട്ടുണ്ട്, MDMA പറഞ്ഞൊരു സാധനം നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാശം കണ്ടിട്ടത് പോകുള്ളൂ. നമ്മളെ നാശം വരെ അത് നമ്മളെ കൊണ്ടുപോകും. ആ അറ്റം വരെ നമ്മൾ ഈ MDMA ലഹരി കൊണ്ടുപോകും. അത് നമുക്ക് തിരിച്ച് ഇപ്പോൾ നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളത് നശിപ്പിച്ചിട്ടേ കൊണ്ടുപോകും. നമ്മളെ ജീവിതമായാലും നമ്മൾ പൈസ ആയാലും എല്ലാം നശിപ്പിച്ചിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ഓരോ ഫ്രണ്ട്സുകളായാലും പുതിയ ആളുകൾ എനിക്ക് ഡെയിലി ദിനം പ്രതി ഓരോ ആളുകൾ വിളിക്കുന്നുണ്ട്. ഗേൾസ് ആയിക്കോട്ടെ, ഓരോ ആളുകൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിർത്തണം, എനിക്കിങ്ങനെയൊക്കെ ബ്രോൻ്റെ അതേ അവസ്ഥയാണ് എൻ്റെ എല്ലാം പോയി. എനിക്ക് ഇത്ര വണ്ടികളുണ്ടായിരുന്നു, ഞാൻ എങ്ങനത്തെ പ്രൊഫഷണൽ ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്കൊന്നിനും കഴിയണില്ല. ബ്രോ സെയിം അവസ്ഥ, ബ്രോ പറഞ്ഞ കറക്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിത് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. വേറൊരാൾ വീട്ടുകാരോ ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല, അപ്പം ഞാനും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾ ഇതിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജീവിതം നശിക്കും. നിങ്ങൾക്കൊരു കുടുംബമായിട്ട് നമുക്കൊരു കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ജീവിക്കുമ്പോൾ നമ്മളൊരു കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ പോലും നമുക്ക് സംശയം തോന്നും. ഈ MDMA പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കണം എന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഡീഅഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നിർത്തി, ഞാൻ ഇത്രയും സംഭവങ്ങൾ അനുഭവിച്ചു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതാണ്. അന്ന് അവർ 2 ആൾ വേറെ ആളുകൾ, ഒരാളിനോട് പറഞ്ഞതെന്താ വെച്ചാൽ 2 ആൾ തന്നെ പറഞ്ഞത്, എടാ ഞാൻ ഈ ഉപയോഗിക്കണമാരും ഉപയോഗിച്ചിട്ടില്ല, ഇത് തിന്നുന്നില്ലേ, ഇത് തിന്നുന്നു, അതുപോലൊന്നും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ചെറുതായിട്ട് ഉപയോഗിക്കണുള്ളൂ. ഇന്ന് അതിലൊരു വ്യക്തി ഇപ്പോൾ ജയിലിലാണ്, ഒരു വ്യക്തി ഡീഅഡിക്ഷൻ സെൻ്ററിൽ പോയി ഇറങ്ങി. കാരണം അവരൊക്കെ എൻ്റെ അവസ്ഥയിലെത്തി, 1 വർഷം കൊണ്ട് തന്നെ അവരെൻ്റെ അവസ്ഥയിലെത്തി. ഇത് ഉപയോഗിച്ചിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി വയലൻ്റ് ആയിട്ട് ഒരാൾ ഇത് കച്ചവടം വരെ ചെയ്ത് അന്ന് ഉപയോഗിക്കുന്ന ആളുകളും ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത ആളുകളും അന്ന്. അതുപോലെ എല്ലാവരോടും പറയാനുള്ളത്, അന്ന് എന്നുള്ള ഇന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ചിന്തിക്കും, ഇത് അതിന് മാത്രമൊന്നുമില്ല, ഞങ്ങൾ ചെറുതായിട്ടല്ലേ ഉപയോഗിക്കണുള്ളൂ, ആ ചെറുതായിട്ടുള്ളത് വലുതായി പോവും. അങ്ങനെ ഇതിലേക്ക് നമ്മൾ അഡിക്ഷൻ ആവുക, നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കും. നാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളിത് നിർത്തുക. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും ജീവിതമേ നശിപ്പിക്കുന്ന മാരക ലഹരിയാണ് MDMA എന്നാണ് അത് ഉപയോഗിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിസാം വ്യക്തമാക്കുന്നത്. കേട്ടില്ലേ, 8ാം ക്ലാസ് മുതൽ 50-55 വയസ്സ് വരെയുള്ള ആളുകൾ വരെ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അത്രത്തോളം വ്യാപ്തി ഇതിനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നിസാം വിവിധയിടങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളിൽ സജീവമാണ്. പൂർണ്ണമായി ലഹരി ഉപയോഗം നിർത്തിയ വ്യക്തി കൂടിയാണ് നിസാം.
ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 മലപ്പുറം.